ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ മാസ്കിന്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പൊ ഞാൻ കുറെ നാളായി വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു, അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് ആക്റ്റീവ് ആണെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് ഹെയർ മാസ്കിന്റെ കാര്യം, ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമിന്റെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുറെ നാള് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ പറയാൻ പോകുന്നത് സ്ട്രീക്സ് പ്രൊഫഷണലിന്റെ ഒരു വൈറ്റാ റിച്ച് കെയർ റിപ്പയറിംഗ് ഹെയർ മാസ്ക് ആണ് കേട്ടോ. റിപ്പയറിംഗ് ഹെയർ മാസ്ക് ആണ് ഇത്. ആക്ച്വലി എന്റെ ഹെയർ ഈയിടെയായിട്ട് ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു. ഞാൻ മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇവിടെ ഭയങ്കര ചൂട് കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര ടെസ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഭയങ്കര ഡ്രൈനെസ്സും ഫ്രീസിനെസ്സും ഒക്കെ ആയി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഒരു ഹെയർ മാസ്ക് എന്നാ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. എപ്പോഴും ഞാൻ ലോറിയലിന്റെ ഹെയർ മാസ്ക് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മേടിച്ച് അങ്ങനെ ട്രൈ ചെയ്യും. ബാക്കിയെല്ലാം എന്റെ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികളാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പോ ഇപ്പം അപ്പൊ ഇത് ഡാമേജ്ഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ശരിക്കും ഡാമേജ്ഡ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ വിചാരിക്കും സ്ട്രെയിറ്റൻ ചെയ്തതുകൊണ്ട് ഡാമേജ് ആയതാണോ എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടല്ല, ഞാൻ മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ടാണ്. കാരണം അഡ്വൈസ് പറയാൻ നമ്മളെല്ലാം ഭയങ്കര വിദഗ്ധരായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യാൻ ഭയങ്കര പുറകിലോട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാനും. ആക്ച്വലി എനിക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാനത് ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്, ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാനങ്ങനെ വലിയ ടൈം എടുക്കുന്ന പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ആകെപ്പാടെ ഹെയർ സ്ട്രൈറ്റനിങ്ങിന് വീഡിയോ മാത്രമാണ് ഞാൻ കുറച്ച് മെനക്കെട്ട് ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാവരും പറയുന്നത് കൊണ്ടാണ്. പിന്നെ ഓരോരോ ക്രീമിന്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലേ നമുക്കതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഈ ഒരു ഹെയർ മാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതില് ബയോട്ടിൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ ഫോളിനൊക്കെ നല്ലതാണ്. അപ്പൊ ഇത് ഞാനിപ്പോ 2 തവണ ഞാൻ യൂസ് ചെയ്തു. 2 തവണയും എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം മുടി നല്ല മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വന്നാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ. ഇതിന് മുന്നുള്ള വാഷ് ചെയ്യുന്നതിന് മുന്നുള്ള, ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പം അതും ഇതും കൂടെ നിങ്ങളൊന്ന് നോക്കൂ. നല്ല വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു എന്റെ ഹെയറിന്റെ അറ്റമൊക്കെ നല്ല സ്പ്ലിറ്റ് ആയിട്ടൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇത് നല്ല ഒരു എനിക്കൊരു നല്ല സ്മൂത്ത്നെസ് ഒക്കെ തോന്നി ഇത് ചെയ്തപ്പം. പിന്നെ അറ്റമൊക്കെ ഭയങ്കര ഫ്രീസി ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഇപ്പം അത് കുറച്ച് ഈ ക്യാമറയിൽ ഇങ്ങനെ കാണുന്ന കേട്ടോ. ആക്ച്വലി നല്ല കുഴപ്പമൊന്നുമില്ല, ഈ വെട്ടം അടിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇപ്പം കുറച്ചുകൂടെ ഇത് സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം ഇത് ഇത് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. ആക്ച്വലി ഇതിന്റെ ഒരു ടെക്സ്ചർ ഇത് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. കണ്ടോ, കണ്ടീഷണർ പോലെ തന്നെ സെയിം ഒരു ഇത്, പക്ഷെ നല്ല സ്മെല്ലൊക്കെയാണ്. നല്ല ഇതാണ് കയ്യെ പറ്റി. അപ്പം ഇതെന്ന് നമുക്ക് അടച്ചു വെക്കാം. നല്ല സ്മെല്ലാണ്. ആക്ച്വലി എനിക്ക് ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, ഷാംപൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിം കണ്ടീഷണറിനെക്കാട്ടിലും കുറച്ചുകൂടെ നേരം വേണമെങ്കിൽ ഹെയറിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇത് ഇപ്പം ഞാനൊരു 10 മിനിറ്റ്സ് ആണ് കേട്ടോ വെച്ചത്. 10 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തു. ഇതില് വന്നിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെയിം ഇതുപോലെ തന്നെയാണ്. നമ്മള് ഇവിടെയൊക്കെ തേക്കുമ്പോൾ നമ്മൾ റൂട്ടിന്റെ വശങ്ങള്, സ്കാൽപ്പിന്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് എമൗണ്ട് തേച്ചാൽ മതി. സ്കാൽപ്പിൽ പറ്റാതെ കുറച്ച് എമൗണ്ട് ലൈറ്റ് ആയിട്ട് തേക്കുക. പക്ഷെ നമ്മൾ ഇവിടുന്ന് തൊട്ട് നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ തേക്കുക. അതിലൊട്ടും ദാരിദ്ര്യം കാണിക്കരുത് കേട്ടോ. അപ്പൊ നന്നായിട്ട് തേക്കുക. അപ്പൊ എത്രത്തോളം നമ്മൾ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് കോമ്പൊക്കെ വേണം ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് കോമ്പ് ചെയ്യാതിരിക്കുക, അപ്പൊ സ്കാൽപ്പിൽ പറ്റും. ഇവിടുന്ന് മിഡ് ലെങ്ത് തൊട്ട് നമുക്ക് താഴോട്ട് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കോംബ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തൊട്ട് താഴോട്ട് നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നില്ല. കണ്ടീഷണറിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സെയിം ഒരു സംഭവം തന്നെയാണ്. ഇത് കുറച്ചുകൂടെ കണ്ടീഷണറിനെക്കാട്ടിലും കുറച്ചുകൂടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരും, നല്ലൊരു സ്മൂത്ത്നെസ് തരും. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഷാമ്പൂ ഇട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. ഷാമ്പൂ ഇടുന്ന വിധമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇവിടെ അപ്ലൈ ചെയ്യുക, റൂട്ടിൽ ഷാമ്പൂ അപ്ലൈ ചെയ്യുക. അതുപോലെ ഇത് റൂട്ടിൽ അപ്ലൈ ചെയ്യരുത്,
നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കളയുക. ഷാമ്പു ഇട്ടതിന് ശേഷം ഹെയറിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വെള്ളമെല്ലാം കളയാം. വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ ലൈറ്റായിട്ട് ചെയ്യുക, ഇവിടെ നല്ല തിക്കായിട്ടും ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മുടെ ഹെയറിൽ അത് ഹോൾഡ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ വേണ്ട, 10 മിനിറ്റ് മാക്സിമം. ഇതിൽ 2-3 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു 5-10 മിനിറ്റ് പറഞ്ഞത്. എത്രയും വെക്കുന്നോ അത്രയും നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ. അതിന് 10 മിനിറ്റിന് ശേഷം നമുക്ക് ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ലൂക്ക് വാം വാട്ടറോ കോൾഡ് വാട്ടർ വേണമെന്നില്ല. ഇതിൽ കോൾഡ് വാട്ടർ എന്നാണ് പറഞ്ഞത്. അത്ര തണുത്ത വെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ. നോർമൽ നമ്മുടെ വാട്ടറിൽ, ഒരു നോർമൽ വാട്ടർ ഉണ്ടല്ലോ, ആ ഒരു നോർമൽ വാട്ടറിൽ നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുക. അത്ര മതി. അപ്പം ഇത്രേ ഉള്ളൂ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ വിലയും കാര്യങ്ങളും വന്നിട്ട്, ഇത് ഞാൻ പർപ്പിളിൽ നിന്നാണ് മേടിച്ചത്. ഇതിന്റെ ശരിക്കുള്ള വില ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ മേടിച്ചത് 273 ആയിരുന്നു കേട്ടോ. 273 റുപ്പീസ് ആയിരുന്നു. 273 രൂപയായിരുന്നു. ഇതിൽ വിലയുണ്ട് കേട്ടോ. വില ഇതിൽ കൊടുത്തിരിക്കുന്നത് 330 രൂപയാണ്. 330. പക്ഷെ നമുക്ക് പർപ്പിളിൽ നിന്ന് മേടിച്ചത് കൊണ്ട് 273 കിട്ടി കേട്ടോ. അപ്പം അഫോർഡബിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ മാസ്ക് ആണ് ഇത്. എത്ര ഗ്രാം ഉണ്ടെന്ന് പറയാം. ഇത് 200 ഗ്രാം ആണ് കേട്ടോ. 200 ഗ്രാമിന് ഈ ഒരു റേറ്റിൽ നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹെയർ മാസ്ക്. നിങ്ങളും യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക. പിന്നെ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒന്നും പറയാനല്ല കേട്ടോ. എന്താ പറയാ, എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഡ്രൈ ഹെയറിന് നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ജസ്റ്റ് ഹെയർ സെറം ഒന്നും തേച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഹെയർ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഡ്രൈ ചെയ്തിട്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് മുടിയെല്ലാം പറന്ന് കിടക്കണം. ഹെയർ സെറം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു ഹെയർ മാസ്കിനെ പറ്റി പറയാനായിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടീഷണറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം കുറെ പേരൊക്കെ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ സ്ട്രൈറ്റനിങ് വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നല്ല ഹെയർ മാസ്ക് പറയാമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയും കൂടിയാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ യൂസ് ചെയ്യാം. ഞാനൊരു ഓയിലി ഹെയറിന്റെ കൂടെ ഞാൻ ചെയ്യാം. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനിയിപ്പോ നമുക്കൊരു ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോ ചെയ്യണം. കാരണം നമ്മുടെ ഹെയർ ഒക്കെ വീണ്ടും പഴയ പോലെ ഇപ്പൊ 6 മാസത്തിന് മേളിലായി നമ്മള് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഉടനെ തന്നെ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഏത് ക്രീം വേണം എന്ന് കുറെ പേര് അങ്ങനെ സജഷൻസ് പറയാറുണ്ട്. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്തവണ ചെയ്യാം. ഒരുപാട് സജഷൻ വന്ന ഒരു ക്രീം, കുറെ പേര് പറഞ്ഞ ഒരു ക്രീം എന്ന് പറയുന്നത് ഓക്സിഗ്ലോ ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം വെച്ച് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ അതാണിപ്പം ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്രീമാണ് ഞാനിപ്പോ ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഏറ്റവും കൂടുതൽ പേര് പറയുന്ന ഒരു ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്തവണ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം കേട്ടോ. എനിക്ക് അങ്ങനെ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം.